ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അച്ചുവിൻ്റെ ഹെയർ കെയർ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. കൂടെ ഞങ്ങൾ കുറച്ച് ഫാമിലി ടൈമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ന് കാറ് കഴുകുന്ന ദിവസം ആയതുകൊണ്ട് അച്ചും അതിനൊക്കെ നിൽക്കും. അപ്പം രണ്ടുപേരും ഫുള്ളായിട്ട് നനഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഏട്ടൻ തന്നെയാണ് അച്ചുവിനെ കുളിപ്പിക്കുക. അച്ചു ഒരു വണ്ടിപ്രാന്തനാണ് കേട്ടോ. അവൻ അമ്മ അച്ഛന്ന് വിളിക്കുന്നതിന് മുന്നേ ആദ്യം പറഞ്ഞ വേർഡ് ബ്രൂ എന്നാണ്. അവൻ ഭയങ്കര കളിയിലാണ് കേട്ടോ. കാറ് കഴുകാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് അവന്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവന് ചെറുപയർ പൊടി കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ചാലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് അവൻ്റെ തലയിൽ തേക്കും. ആദ്യം തന്നെ ആ ചെറുപയർ പൊടി നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ നിൽക്കും. കാറ് കഴുകി വരുന്നവരെ ഞാനത് ആ തലയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അതല്ലെങ്കിൽ ഞാൻ കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ആയിരിക്കും അവൻ്റെ തലയിൽ തേച്ചിട്ടുണ്ടാവുക. കുളിച്ച് കഴിഞ്ഞിട്ട് അവനെ ഞാൻ കുളിപ്പിക്കും. അതുവരെ അവൻ്റെ തലയിൽ ആ പൊടി ഉണ്ടാവും കേട്ടോ. ഒരിത്തിരി നിന്ന് തരുന്നില്ല കേട്ടോ തേക്കാൻ. ഇതിപ്പോൾ കാറ് കഴുകായോണ്ടാണ് കേട്ടോ ഇങ്ങനെ നടക്കുന്നത്. അല്ലെങ്കിൽ അവൻ എൻ്റെ മുന്നിൽ വന്നിരിക്കും, എന്നിട്ട് തല വെച്ച് തരും കേട്ടോ തേക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിപ്പിക്കുമ്പോൾ ആ ഒരു ചെറുപയർ പൊടി കഴുകി കളഞ്ഞതിന് ശേഷം നല്ല ചെമ്പരത്തിയും അതുപോലെ കുറച്ച് ചെമ്പരത്തിൻ്റെ ഇലയും വെച്ച് താളി വെച്ചിട്ട് ഞാനത് അവൻ്റെ തലയിൽ നന്നായിട്ട് തേച്ച് അത് വെള്ളം ഒഴിച്ച് കഴുകി കുളിപ്പിക്കുകയാണ് ചെയ്യുക. അവൻ്റെ കണ്ണിൽ കുരു വന്നിട്ടുള്ളത് ഈ ഒരു ഡാൻഡ്രഫ് ഉള്ളതിൻ്റെ അലർജി ആയിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം സ്കിന്നിൻ്റെ ഡോക്ടർ കാണിച്ച് ഡാൻഡ്രഫ് മാറ്റണം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാനത് കാണിച്ചില്ല. ഇതേപോലെ എന്തെങ്കിലും ചെയ്ത് നോക്കി മാറിയില്ലെങ്കിൽ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാനിത് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ അവൻ്റെ ഡാൻഡ്രഫ് മുഴുവൻ പോയിട്ടോ. നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഞാൻ 2 പ്രാവശ്യം ചെയ്തിട്ട് മുഴുവൻ ഡാൻഡ്രഫും പോയത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ കുളിച്ച് കഴിഞ്ഞതിന് ശേഷമായിരുന്നേ ഇവനെ കുളിപ്പിക്കാൻ വന്നത്. പക്ഷേ ഇവനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒന്നുകൂടെ കുളിച്ച പോലെ ആയേ. നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ അവൻ എൻ്റെയും നീനുൻ്റെയും മേലേക്കൊക്കെ ആ കാറ് കഴുകുന്ന മെഷീൻ വെച്ചിട്ട് നല്ലോണം വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൊത്തം നനഞ്ഞ് അവൻ്റെ തലയിൽ താളി തേപ്പിക്കാനുള്ള കഷ്ടപ്പാടാണ് കേട്ടോ അതാ ഈ കാണുന്നത്. നല്ലോണം അടങ്ങി നിന്നിരുന്ന കുട്ടിയായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ കളിയിലായി പോയതുകൊണ്ടാണ് കുഴപ്പമില്ല. അവൻ ഇത്രയെങ്കിലും വെച്ച് തരുന്നുണ്ടല്ലോ. ചില കുട്ടികളൊക്കെ ഭയങ്കര വാശിക്കാരായിരിക്കും, ഇങ്ങനത്തെ ഒന്നും ചെയ്യാൻ സമ്മതിക്കണ്ടാവില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവൻ എത്രയോ ബെറ്ററാണ് കേട്ടോ. അങ്ങനെ കാറൊക്കെ കഴുകി കഴിയാനായി. ഞങ്ങളെല്ലാവരും ഏകദേശം നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ താളി അവൻ്റെ തലേന്ന് കഴുകി പോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തലയിൽ കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ അവന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ആദ്യം. ഇപ്പം ഏകദേശം സെറ്റായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവനെ ബാട്ടബിലിട്ടാണ് കുളിപ്പിക്കാറ്. ഞങ്ങൾ കൂടുതലും അങ്ങനെ തന്നെയാണ് കുളിപ്പിക്കാറ്. അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കളിച്ചുകൊണ്ടിരുന്ന് അതിൻ്റെ അകത്ത് തന്നെ കുളിക്കും. കുളിപ്പിച്ച് കഴിഞ്ഞ് അവൻ അകത്തേക്ക് കൊണ്ടുപോയി. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് നിങ്ങൾക്ക് അവൻ്റെ കണ്ണിലെ പിമ്പിളൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വലുതായിട്ടുണ്ട് കേട്ടോ. എന്താകും ഇനിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ മരുന്നൊക്കെ ഇടുന്നുണ്ട്. മാറിയിട്ടില്ലേ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും കാണിക്കാൻ ചെല്ലാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ്റെ കസിനും മോനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല. ആകെ 3 മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അച്ചു 3 മാസത്തിന് ഇളയതാണ് കേട്ടോ. ഇവർ തമ്മിലുള്ള സ്നേഹം കാണാൻ നല്ല രസമാണ് കേട്ടോ. പെട്ടെന്ന് സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും തമ്മിൽ തെറ്റുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയാവേ. പിന്നെ ചില സമയത്ത് അച്ഛന് ഭയങ്കര കുശുമ്പാണ് കേട്ടോ. എന്താ വെച്ചാൽ ധ്രുവീനെ അവൻ്റെ മാമനും അമ്മച്ചനും ഒക്കെ എടുക്കുന്നേ കാണുമ്പോൾ അവൻ ഓടിപ്പോവും. അവനെ എടുക്കാൻ പറയും. അങ്ങനെ 2 പേരെ എടുക്കേണ്ട അവസ്ഥയാവേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയിട്ടോ. പിന്നെ ഞാൻ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. രാത്രി ഇളയച്ചന്മാരും മേമ്മമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരിയ്ക്കുന്നതിൻ്റെ നടുവിൽ പോയിട്ട് അച്ചു നല്ല ഡാൻസും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കല്യാണ പെണ്ണും ഉണ്ട് കേട്ടോ, ശ്രീകുട്ടി. എല്ലാവരും അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ചെണ്ട കൊട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മേശേൻ്റെ മുകളിൽ കൊട്ടുക കേട്ടോ. അവൻ കൊട്ടുന്ന സമയത്ത് എല്ലാവരും കൂടെ വന്ന് അവൻ്റെ കൂടെ കൊട്ടിക്കൊണ്ടിരിക്കുക. അത് അവന് ഭയങ്കര ഹാപ്പിയായി. അതിൻ്റെ ഇടയ്ക്ക് അവൻ കഴിക്കുന്നുണ്ട് കേട്ടോ. ദോശയും മുട്ടയാണ് കേട്ടോ അവന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ രാത്രി. അപ്പവും ചുട്ട് അടയും ചുട്ട് എന്നുള്ള പാട്ടാണ് പാടുന്നത്. അത് പാടുന്ന സമയത്തുണ്ടല്ലോ എല്ലാവരെയും കയ്യിൽ വന്ന് അപ്പം ചൂടാൻ പോവാണ് കേട്ടോ. അവൻ എല്ലാവരുടെ കയ്യിലും പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിലും വന്ന് അപ്പം ചൂടുന്നുണ്ട് അവൻ.
അച്ചുവിന് ശരിക്കും ഈ ഫോണും ടി വിയും ഒക്കെ നോക്കിയിരിക്കുന്നതിനേക്കാളും എത്രയോ ഇഷ്ടം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. അവൻ്റെ കൂടെ ആൾക്കാരുണ്ട്, അവൻ ഹാപ്പി ആയിട്ട് എന്തേലുമൊക്കെ കളിച്ചിരുന്നോളൂ കേട്ടോ. എല്ലാ മക്കളും ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. ശരിക്കും അവരുടെ മെൻ്റലി ഫിസിക്കലി ഉള്ള ഗ്രോത്തിന് ഇതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബായ്. പിന്നെ മറക്കാതെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.